അഗതികൾക്കെന്നും ആശ്രയമേ. അമ്മേ അമല മനോഹരിയേ, അഗതികൾക്കെന്നും ആശ്രയമേ. അലിവിൻ നിറവേ, കനിവിൻ പൊരുളേ, അടിയങ്ങൾക്കെന്നും അഭയം നീയേ. അലിവിൻ നിറവേ, കനിവിൻ പൊരുളേ, അടിയങ്ങൾക്കെന്നും അഭയം നീയേ. അടിയങ്ങൾക്കെന്നും ശരണം നീയേ. അമ്മേ മേരി മാതേ, ആശ്വാസം നീയല്ലോ. അമ്മേ മേരി മാതേ, ആശ്വാസം നീയല്ലോ. ആവശ്യ നേരങ്ങളിൽ സഹായമരുളുവാൻ സന്നദ്ധതയുള്ള അമ്മയായി എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എല്ലാ കാലങ്ങളിലും ഇടപെടുന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം. പരിശുദ്ധ കന്യകാമറിയത്തെ അനുഭവിച്ചറിഞ്ഞ, ജപമാല പ്രാർത്ഥനയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന അനേകരെ പരിചയപ്പെടുത്തുന്ന അനുഗ്രഹമാലയിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഇന്നായിരിക്കുന്നത് ഇടുക്കി രൂപതയിലെ ഈട്ടിത്തോപ്പ് വിജയമാതാ പള്ളിയിലെ വികാരിയച്ഛനായ ബഹുമാനപ്പെട്ട ബോബി അച്ഛനാണ്. അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ അനുഗ്രഹമാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ സ്വാഗതം. അച്ഛാ, നമുക്കറിയാം ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ കേരള ക്രിസ്ത്യാനികളുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ജീവിതവുമായിട്ട് ഭയങ്കരമായിട്ട് ഇഴയടപ്പമുള്ള ഒന്നാണ്. നമ്മുടെ അനുദിന പ്രാർത്ഥനയിലൊക്കെ എന്നും ജപമാലയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജപമാല ഒരു സാധാരണ മനുഷ്യൻ്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരുവൻ്റെ വിശ്വാസ ജീവിതം ജപമാലയോട് ചേർത്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ അത് ഒരുപക്ഷേ അത് വളരെ മനസ്സിലാക്കും തോറും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഏതു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഒപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതത്തിൽ എത്തിച്ചേരുന്ന അപ്രകാരം ഒരു വ്യത്യസ്തമായ ജീവിത അവസ്ഥകളിലൂടെ എല്ലാവരും കടന്നു പോകാറുണ്ട്. നമ്മൾ ഈ പരിശുദ്ധ ജപമാലയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്കറിയാം ഈ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒപ്പം പ്രകാശത്തിൻ്റെയും മഹിമയുടെയും രഹസ്യങ്ങളെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ നമ്മളുടെ ജീവിതബന്ധിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാനായിട്ട് താമസിക്കും തോറും നമ്മൾ നഷ്ടപ്പെടുത്തിയ കാലയളവിനെ ഓർത്ത് നൊമ്പരപ്പെടുത്തുന്നതാണ് ഈ മരിയൻ ജീവിതശൈലി എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അതായത് എത്ര നേരത്തെ നമ്മൾ തിരിച്ചറിയുന്നു അത്രയ്ക്ക് നമ്മുടെ ആത്മീയ ജീവിതം എളുപ്പമായി തീരും. ഉദാഹരണത്തിന്, ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തീയ ജീവിത അന്തരീക്ഷത്തിൽ വളർന്ന് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഒഴിവാക്കാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയും ജപമാലയും. കാരണം നമുക്കറിയാം, നവീകരണമൊക്കെ കേരളത്തിൽ വന്ന ശേഷം കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് അനുദിനം വിശുദ്ധ കുർബാന അർപ്പിക്കുക, അതുപോലെ മുടങ്ങാതെ ജപമാല ചൊല്ലുക, ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നട്ടെല്ല് പോലെ കേരളത്തിലെ കത്തോലിക്കർ കരുതുന്നത്. അപ്പം അതിൽ വീഴ്ചകൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ സാധാരണമായ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ കൂടുന്നത്, അല്ലേ? ജപമാല മുടങ്ങിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ ബലിയർപ്പണങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ക്രമമായിട്ട് സാധിക്കാതെ വരുമ്പോൾ അത് നമ്മളുടെ സാധാരണ ജീവിതത്തെയും ആഴത്തിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, കുഞ്ഞുനാളിൽ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും നിഷ്ഠയുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി, പിന്നീട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ, ഇപ്പോൾ വളരെ കൗതുകരമായൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിങ്ങനെയൊക്കെ പറയുമായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വന്നാൽ, ചിലരുടെ വീട്ടിൽ അന്ന് പ്രാർത്ഥനയില്ല, ചിലരുടെ വീടുകളിൽ
ഈ ജപമാലയുടെ ഇപ്പം സാധാരണ 5 രഹസ്യം ചെല്ലുമ്പോഴാണല്ലോ ഒരു ജപമാല ഇരുന്നത്. അപ്പം അതിൻ്റെ രഹസ്യങ്ങളുടെ എണ്ണം കുറയ്ക്കും. അപ്പോൾ എനിക്കിത് അന്നത്തെ നമ്മുടെ ബാല്യ കൗമാര കാലങ്ങളിലാണല്ലോ, അപ്പോൾ നമുക്കത് വളരെ വളരെ കൗതുകരമായിട്ട് തോന്നി. ഞാനൊരു ദിവസം വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ 5 രഹസ്യങ്ങൾ ചെല്ലേണ്ട കാര്യമില്ല. കാരണം ഇപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ അവൻ്റെ വീട്ടിൽ ഇത് കൂട്ടാണെങ്കിൽ, അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അവരുടെ വീട്ടിൽ അങ്ങനെയായിരിക്കും, പക്ഷേ ഇവിടെ കുറയ്ക്കുന്ന പരിപാടി ഒന്നും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ നമുക്കിതിൻ്റെ ഈ ഭക്തിയുടെ ആഴമോ ശ്രേഷ്ഠതയോ ഒന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് അന്ന് നമുക്ക് ഒരുപക്ഷെ നമുക്കത് സങ്കടമോ അല്ലെങ്കിൽ നമ്മളെ അത് വിഷമിപ്പിക്കുന്ന കാര്യമൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ഒരുപക്ഷെ അമ്മ എന്നോട് ഇതൊരെണ്ണം കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് യഥാർത്ഥത്തിൽ ഇന്നുള്ള ആത്മീയ ജീവിതത്തിൻ്റെ കരുത്തോ അല്ലെങ്കിൽ ഇപ്രകാരം പരിശുദ്ധ അമ്മയിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ നന്മയെക്കുറിച്ച് ലോകത്തോട് പറയാനായിട്ടോ സാധിക്കുമായിരുന്നില്ല എന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സന്തോഷങ്ങളെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുണ്ടായ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ ജീവിതത്തിലുണ്ടായ സന്തോഷങ്ങളെ അവൾ എപ്രകാരം സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സന്തോഷങ്ങളെ സ്വീകരിച്ചാൽ അത് നമ്മളുടെ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിലെ ഏത് സന്തോഷത്തെയും അമ്മ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ പറ്റിയ, ഒപ്പം തന്നെ ബാക്കി സാധാരണ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ പ്രശ്നങ്ങളെയും ഒക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ദുഃഖം നമുക്കുളവാക്കുന്ന കാര്യങ്ങളെയും ഒക്കെ അത് ശാന്തതയോടെ നിശബ്ദതയിൽ അല്ലെങ്കിൽ ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് അമ്മ നേരിട്ടതുപോലെ തന്നെ നേരിടാനായിട്ട് സാധിക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് പറയാമേ, അതായത് നമ്മളെ സാധാരണഗതിയിൽ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് രോഗം വരുന്നേക്കാളും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരിക, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പം വിവാഹം നടക്കാതിരിക്കുക, അല്ലെങ്കിൽ മക്കളില്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ വരിക. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപക്ഷെ അത് ഇപ്പം ഇടവകയിലായിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇടവകയിലുള്ള ഒരാളുടെ സങ്കടം, അല്ലെങ്കിൽ ഇടവകാംഗം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ സങ്കടമൊക്കെ നമ്മുടെ സങ്കടമായിട്ട് മാറും. അപ്പോൾ ജപമാല ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, ജപമാല ചെല്ലുമ്പോൾ ഈ പരിശുദ്ധ മറിയമ്മയുടെ കൂടെ ഓരോ വ്യക്തികളെ പേര് ചേർത്ത് ചെല്ലാറുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണോ അല്ലയോ എന്നുള്ളതല്ല, മറിച്ച് അത് നമ്മളെ കൂടുതൽ ആ പ്രാർത്ഥനയോട് വ്യക്തിപരമായിട്ട് ബന്ധിപ്പിക്കും. അതിലേറെ ഏറ്റവും കൂടുതലായിട്ട് അതിന് ഒരു ഹൃദയസ്പർശിയാക്കി മാറ്റും എന്നുള്ളതാണ്. കാരണം പ്രാർത്ഥന കുറേ കൂടെ ഹൃദ്യമാകും എന്നുള്ളതാണ്. അത് പൊതുവായിട്ടുള്ള പ്രാർത്ഥനകളല്ല, നമ്മുടെ സ്വകാര്യമായിട്ട് നമ്മൾ ജപമാല ചെല്ലുമ്പോഴും ഒക്കെ ഈ സങ്കടങ്ങളെയും വേദനകളെയും ഒക്കെ ഓരോ രഹസ്യങ്ങളോട് ചേർത്ത് ഓരോ നന്മ നിറഞ്ഞ മറിയമ്മയുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കി വാച്യാർത്ഥത്തിൽ തന്നെ ചെല്ലുമ്പം നിശ്ചയമായിട്ടും ഇത് കുറേ കൂടെ നമുക്ക് ഒരു അനുഭവമായിട്ട് തീരാനുള്ള സാധ്യതകളുണ്ട്. അച്ഛാ, തീർച്ചയായിട്ടും ജപമാല നമ്മുടെ ജീവിതവുമായിട്ട് ഇങ്ങനെ പല രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അച്ഛാ, ഒരു വൈദികനായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയൊക്കെ അച്ഛൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടാകും. അത് ഉറപ്പുള്ള കാര്യമാണ്. അങ്ങനെ ഓർത്ത് നോക്കുമ്പം അച്ഛനോട് തിരിച്ചു വന്നിട്ട് അവരുടെ ഒരു അനുഗ്രഹം, അവരുടെ ഒരു സാക്ഷ്യമൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാകും. പെട്ടെന്നൊന്ന് കഴിഞ്ഞു പോയൊരു 10 കാലത്തെ വൈദിക ജീവിതത്തിൽ പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാദ്രെ പിയോ. നമുക്കറിയാം പാദ്രെ പിയോയും ജപമാലയുമായിട്ടുള്ള ബന്ധം. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അത്രയ്ക്ക് പരിശുദ്ധ അമ്മയോട് വലിയ കൂടുതൽ താല്പര്യമോ അല്ലെങ്കിൽ ജപമാല ചെല്ലും, എന്നാലും വലിയ ഭക്തിയുടെ കൂടുതൽ ജപമാല ചെല്ലണം എന്നുള്ള അങ്ങനത്തെ നിർബന്ധ ബുദ്ധിക്കാരനൊന്നും ആയിരുന്നില്ല. പക്ഷെ പാദ്രെ പിയോനെ എനിക്ക് സെമിനാരി വരുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ എൻ്റെ ദൈവവിളിയുടെ പ്രചോദനങ്ങളിൽ ഒരാൾ കൂടിയാണ് പാദ്രെ പിയോ. അപ്പോൾ പാദ്രെ പിയോയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും തീവ്രമായ ഭക്തിയോട് ബലിയർപ്പിച്ച ആളാണ് പാദ്രെ പിയോ. നമുക്കറിയാം പഞ്ചശതം ഉണ്ടായിരുന്നു. അതിലേറെ പാദ്രെ പിയോയെ കുറിച്ച് പറയുന്ന 3 മണിക്കൂർ ഈശോയുടെ തിരുശരീരം എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് ഒറ്റ സ്ട്രെസ് നിൽക്കുന്ന ഒരു പാദ്രി പിയോയുടെ ബലിയർപ്പണത്തെക്കുറിച്ച് ചെയ്യുന്നുണ്ട്. പിന്നീട് പാദ്രി പിയോയുടെ ജീവിതത്തിൻ്റെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പാദ്രി പിയോയ്ക്ക് യഥാർത്ഥത്തിൽ ബലിയർപ്പിക്കാനായിട്ട് സഹായിച്ചത് പാദ്രി പിയോയുടെ ജപമാല ഭക്തിയായിരുന്നു എന്നാണ്. കാരണം എപ്പോഴെങ്കിലും ഒരു മിനിറ്റ് വെറുതെ കിട്ടിയാൽ ഉടൻ ജപമാല കയ്യിലെടുത്ത് ചൊല്ലുന്ന ഒരു ശൈലി, അത് 40 ജപമാല വരെ ദിവസം ചെല്ലുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മൾ നമ്മൾ ഓർക്കും എങ്ങനെ 40 കൊന്ത ചെല്ലുമെന്ന് ഒരു ദിവസം. അപ്പോൾ എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ഒരു കൗതുകം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എനിക്ക് മാറിപ്പോയത്, ഞാനൊരിക്കലും ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആള് ഇങ്ങനെ സാധാരണ പള്ളിയൊക്കെ ജീവിച്ചാണ്. പിന്നീട് ധ്യാനമൊക്കെ കൂടി വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് വളരെ സവിശേഷമായ ദൈവത്തിൻ്റെ വരങ്ങളും ദാനങ്ങളും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു ജീവിതാവസ്ഥയിലേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരനോട് പങ്കുവെച്ചാണ്, പരിശുദ്ധ ജപമാലയെക്കുറിച്ചുള്ള ബോധ്യം കിട്ടിയ ശേഷം ദിവസവും 33 ജപമാല മുടക്കാതെ ചെല്ലുമായിരുന്നു വർഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം 33 ജപമാലയല്ല, അല്ലെങ്കിൽ എത്രയോ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ എല്ലാ ജോലികളും ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ മുടങ്ങാതെ വർഷങ്ങൾ 33 ജപമാല ചെല്ലുമായിരുന്നു എന്ന്. പക്ഷേ ഇത് കേവലം അത് ചെല്ലുക മാത്രമല്ല, ഇന്ന് ഞാൻ ഇടപെട്ടിട്ടുള്ള വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ അത്രയും നന്നായിട്ട് ശുശ്രൂഷ ജീവിതത്തിൽ ഉപയോഗിക്കുകയും ഒപ്പം തന്നെ അനേകരെ സഹായിക്കുകയും, അതിൻ്റെ പുറമേ എൻ്റെ വലിയ മേന്മ നടിച്ചോ അല്ലെങ്കിൽ വലിയ അറിയപ്പെടുന്ന ആളൊന്നുമല്ല, ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന സാധാരണ അൽമായനായിട്ടുള്ളൊരു മനുഷ്യൻ. പക്ഷേ ആൾക്ക് ഇത്രയും ജപമാലകൾ നിരന്തരമായി ചൊല്ലിയത് വഴി ലഭിച്ച ഒരു പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ ജീവിതം സമ്പന്നമായിരുന്നു. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ? കാരണം നമ്മൾ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പുതിയ വരങ്ങൾ കിട്ടാനായിട്ട് ദാഹിക്കുന്നവരാണ്. അതെല്ലാം ഏറ്റവും എളുപ്പമുള്ള വഴി ജപമാല. അത് മടുപ്പ് കൂടാതെ ചൊല്ലി, കാരണം അത് ഈ സഹോദരൻ്റെ ഉദാഹരണം തന്നെ അതിന് ഏറ്റവും നല്ലൊരു സാക്ഷ്യമാണ്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് ജപമാല ചൊല്ലിയൊക്കെ ഇങ്ങനെ ഒരു കൗതുകത്തിന് ചോദിക്കണം, ഒരുപാട് ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിത് കിട്ടിയില്ല, എൻ്റെ കാര്യം നടന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു അച്ഛൻ്റെ അടുത്തുണ്ടാകാം. അപ്പോൾ ചോദിക്കുന്നൊരു കാര്യം, അപ്പോൾ ഞാൻ ചൊല്ലിയ ഈ ജപമാലയൊക്കെ വേസ്റ്റായി പോയോ, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, ഞാൻ മാറ്റിവെച്ച സമയം ഒന്നിനും ഉപകരിക്കപ്പെടാതെ പോയോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാകാം. അപ്പം അച്ഛൻ്റെ അത്തരത്തിലുള്ള കാര്യങ്ങളുള്ള അച്ഛൻ്റെ ഒരു സമയം, അല്ല അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? യഥാർത്ഥത്തിൽ അങ്ങനെ ചോദിക്കുന്നവരുടെ ചോദ്യങ്ങൾ എന്നെ ഒരിക്കലും അത്ഭുതപ്പെടുത്താറില്ല. കാരണം ഞാൻ തന്നെ ഇത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാരണം ഞാൻ ഓർക്കുവാണ്, ഞാൻ സെമിനാരി ജീവിതം അല്ലെങ്കിൽ പൗരോഹിത്യ ജീവിതം തിരഞ്ഞെടുത്ത് എൻ്റെ MSc പഠനത്തിന് ശേഷമാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ വർഷം ഞാൻ ഒരു യുവജന ധ്യാനം കൂടി. ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരു ജപമാല ചൊല്ലുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ പുരോഹിതനാകണം എന്നൊരാഗ്രഹം ആദ്യം, അത് 20-ാമത്തെ വയസ്സിൽ എൻ്റെ ഉള്ളിൽ ഏറ്റവും ശക്തമായിട്ട് വരുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു കൊന്ത ചെല്ലുന്ന സമയത്ത് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ഈ ജപമാല മുഴുവനായിട്ട് നന്നായിട്ട് ചെല്ലണം. അതായത് ഒരു പലവിചാരവും ഇല്ലാതെ ഈ 53 ജപം കംപ്ലീറ്റ് ആയിട്ട് ചെല്ലണം. അപ്പോൾ ഒരു നന്മ എന്ന് പറഞ്ഞാൽ ചെല്ലി തുടങ്ങി പകുതിയാകുമ്പോൾ എന്തെങ്കിലും ചിന്ത വന്നാൽ അതവിടെ നിർത്തിയിട്ട് ആദ്യം തൊടും. അപ്പോൾ ഞാൻ ആ ഒരു കൊന്ത ചെല്ലി തീർക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 1.5 മണിക്കൂർ എടുത്തു. പക്ഷേ അത് ചെല്ലി തീർന്നതും അല്ലെങ്കിൽ ആ ഒരു ജപമാല എന്നെ നയിച്ചത് നിശ്ചയമായിട്ടും വലിയ ഒരു, നമുക്ക് ദൈവവിളി എന്നൊക്കെ പറയുമ്പോൾ ദൈവം നമ്മളെ നേരിട്ട് വന്ന് വിളിക്കുന്നോ എന്നതിനപ്പുറം നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന വലിയൊരു ബോധ്യമാണ്, ഈ ജീവിതാന്തസ് എനിക്ക് പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതൊക്കെ ചിന്ത. അപ്പോൾ ഇതുണ്ടാക്കി പിന്നെ തുടർന്ന് കൂടുതൽ ജപമാല ചെല്ലുന്ന ശരിയുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്, നേരെ നമ്മൾ ജപമാല ചെല്ലിയാലും അല്ലെങ്കിൽ കൊന്ത ചെല്ലിയാലും ഒന്നും നമുക്കൊന്നും പ്രത്യേകിച്ച് ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. അപ്പോഴത്തേക്കും നമുക്ക് മടുപ്പ് തോന്നും. അല്ലെങ്കിൽ നമുക്കറിയാലോ, സാത്താൻ ഏറ്റവും അധികം നമ്മളെ ആക്രമിക്കുന്നത് അതിലൂടെയാണ്. കാരണം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗത്തിന് വേണ്ടി ജപമാല ചെല്ലിയ കാര്യം നടന്നില്ല. നമുക്കറിയാം, സാധാരണമായിട്ട് നമ്മളെല്ലാം ഭൗതികമായിട്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ വെച്ചാണ് ചെല്ലുക. അപ്പോൾ നിശ്ചയമായിട്ടും ഇത് അനുഗ്രഹം ലഭിക്കാതെ വരുമ്പം നമ്മൾ പെട്ടെന്ന് നിരാശരാകും. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സാത്താൻ ജപമാലയും നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ
ജപമാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടും ആത്മീയ അനുഗ്രഹങ്ങൾ തന്നെയാണ്. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. പക്ഷേ ഈശോ അതിന് അവസാനം പറഞ്ഞു വെക്കുന്നത്, തന്നോട് ചോദിക്കുന്നവർക്ക് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. പരിശുദ്ധാത്മാവിനെ നൽകും. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചോദിക്കേണ്ടത്? യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ചോദിക്കേണ്ടത്. ആത്മാവിൻ്റെ വരങ്ങൾക്കും ദാനങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ജപമാലയിൽ നമുക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ടാകും അല്ലേ? പരിശുദ്ധ പിതാവിൻ്റെ നിയോഗം തൊട്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗം വരെ ഒരുപാട് നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് ജപമാല എന്ന് പറഞ്ഞ പ്രാർത്ഥന അല്ലേ, നമുക്കറിയാം ജപമാല എന്ന പ്രാർത്ഥന ഡൊമിനിക് പുണ്യവാളനാണ് ലഭിച്ചത്. അപ്പോൾ അത് പാഷണ്ഡതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ, ആൽബിജനിസത്തിൻ്റെ പാഷണ്ഡതയ്ക്കെതിരെ പോരാട്ടത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വനത്തിൽ പോയി ഡൊമിനിക് പുണ്യവാളൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ്. അതായത് വിശ്വാസ സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിശ്വാസ വിരുദ്ധമായ കാര്യങ്ങളെ മറികടക്കാൻ വേണ്ടി സ്വർഗം മനുഷ്യനെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അല്ലേ? അപ്പം നിശ്ചയമായിട്ടും ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, മാതാവ് വഴി നമുക്കത് ലഭിക്കും എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ അതിനെ കേവലം ഭൗതിക കാര്യങ്ങളിൽ കെട്ടിയിടാനുള്ളതല്ല, മറിച്ച് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ നമ്മുടെ വരദാന ഫലങ്ങളാൽ നമ്മളുടെ ആത്മീയ ജീവിതം അല്ലെങ്കിൽ ശുശ്രൂഷ ജീവിതത്തെ എവിടെ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ എത്തിക്കാനായിട്ടാണ് അമ്മ നമ്മളെ ജപമാലയിലൂടെ സഹായിക്കുന്നത്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ്, അതായത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക്, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, അയാൾക്ക് പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയുടെ സംരക്ഷണം ഉണ്ടായിരിക്കും, പരിശുദ്ധ അമ്മ പൊതിഞ്ഞു പിടിക്കും എന്നൊക്കെ നമ്മുടെ കാരണവന്മാരായിട്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു 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 വൈദികൻ എന്ന രീതിയിൽ എന്നതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സാധാരണ അൽമായനോ എന്നോ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി എന്ന രീതിയിൽ അച്ഛൻ ഇതിനോട്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് അച്ഛന് എന്താണ് പറയാനുള്ളത്? നമുക്കറിയാലോ, ഈ പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആത്മീയതയെയും ഭക്തിയെയും നമ്മൾ കൂട്ടിക്കുഴയ്ക്കും അല്ലേ? നമുക്ക് ആത്മീയ ജീവിതവും അല്ലെ ഭക്തിയും നമ്മൾ കൂടിക്കുഴഞ്ഞിട്ട് ഏതാണ് ഭക്തകൃത്യം, ഏതാണ് ആത്മീയ കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആത്മീയത എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പുലർത്തുന്ന ഒരു മനോഭാവമാണ് അല്ലേ? അപ്പോൾ ആ ആത്മീയത നമ്മൾ സജീവമാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്ന ആചരണങ്ങളെല്ലാമാണ് ഭക്തകൃത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമുക്കറിയാലോ, പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള അല്ലെ അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം, അല്ലെങ്കിൽ അമ്മ ജപമാല നേരിട്ട് നൽകുന്നു, അല്ലെങ്കിൽ അമ്മയുടെ രൂപത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് തേനൊഴുകുന്നു, പാലൊഴുകുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിലായിട്ടാണ് ഈ പ്രത്യക്ഷീകരണങ്ങളും ഇതുപോലുള്ള അടയാളങ്ങളും ഒക്കെ വർദ്ധിച്ചു വന്നു. ഇതെന്ന് പറയുമോ, ഒരു സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടയാളങ്ങളില്ലാതെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അല്ലേ, സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ അടയാളങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും എനിക്ക് ഇപ്പോൾ ഞാൻ 100% അടയാളങ്ങൾ വേണമെന്ന് പറയുന്നയാളോ അല്ലെങ്കിൽ അടയാളങ്ങളില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണെന്ന് പറയുന്ന ആളോ അല്ല. മറിച്ച് നമുക്കറിയാലോ, ഇതിനെ സ്വർഗം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഫാത്തിമായി തന്നെയാണ്. കാരണം ഫാത്തിമയിൽ നമുക്കറിയാം മെയ് 13 തൊട്ട് 1917 മെയ് 13 തൊട്ട് ഒക്ടോബർ 13 വരെയുള്ള എല്ലാ മാസവും 13 മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൽ ഈ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പം ഈ കുട്ടികൾക്ക് മാത്രമേ മാതാവിനെ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ അതിൽ 3 പേർക്ക്, ലൂസിക്ക് മാത്രമേ കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറ്റുന്നുള്ളൂ. അവർക്ക് 3 പേർക്കും ഒരേപോലെ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ പിറ്റേ മാസം തൊട്ട്, അതായത് മെയ് മാസം ആദ്യം പ്രത്യക്ഷപ്പെടുന്നു, പിന്നെ ജൂണിൽ, ജൂലൈയിൽ, ഓഗസ്റ്റിൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യം 100 കണക്കിനാണ്, പിന്നെ 1000 കണക്കിന്. അവസാനം ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയത്ത് 1.5 ലക്ഷത്തോളം ആളുകളാണ് ഈ ഫാത്തിമയിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടികൾ, നമുക്കറിയാം ലൂസി എന്നൊക്കെ പറഞ്ഞാൽ 10 വയസ്സുള്ള കൊച്ചാ, ഏറ്റവും പ്രായം കൂടിയ ആൾ. അപ്പോൾ ലൂസി വളരെ നിഷ്കളങ്കമായിട്ട് മാതാവിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ മാത്രം നിന്നെ കണ്ടാൽ പോരല്ലോ, ഇവിടെ കൂടിയേക്കുന്ന ഈ ആളുകൾക്കും ഇതിനെന്തേലും. അതിന് നമുക്കറിയാലോ, ഫാത്തിമായ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയ 1.5 ലക്ഷം പേരെയും കാണിച്ചുകൊണ്ട് സൂര്യനിൽ വലിയ അടയാളം മാതാവ് കാണിക്കുന്നുണ്ട്. അതായത് പ്രകൃതി ശക്തിയുടെ മേൽ അടയാളം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അടയാളങ്ങളെയൊക്കെ വെറുതെ ഒന്നുമല്ലാതാക്കി കളയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അതിലെല്ലാം വിശ്വാസം എന്ന് പറയുന്നവരുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുള്ള കാര്യം ഇതാണ്, അങ്ങനെ ഒരു കാര്യം സ്വർഗം അതിന് വില കൊടുക്കുന്നുള്ളത് കൊണ്ടാണ് സൂര്യനിലൊരു അടയാളം കാണിച്ചത്. അപ്പം നിശ്ചയമായിട്ടും നമുക്കറിയാലോ, ഞാനതിന് വേറൊരു ഉദാഹരണം പറയാവേ. ഈ അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ് മോൻ സൂചിപ്പിച്ചത്. അപ്പം അതിനകത്ത് നമ്മൾ പറയും നമ്മുടെ അമ്മയുടെ സ്ഥാനത്ത്
മാതാവിനെ കണ്ട് വേണം നമ്മുടെ നമ്മുടെ അല്ലെ അമ്മയോടുള്ള ഭക്തിയൊക്കെ വളർത്താൻ. ഞാൻ പറയട്ടെ, അമ്മയിൽ നിന്നും തിരസ്കരണങ്ങൾ കിട്ടിയ ഒരു കുട്ടിയോട് എങ്ങനെ നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും? സ്വന്തം അമ്മയിൽ നിന്ന്. കാരണം എനിക്കത് അനുഭവമാണ്. ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പള്ളിയിൽ കൊച്ചച്ഛനായിട്ടിരിക്കുക. അപ്പോൾ അവിടെ സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ കുട്ടിയെ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഞാൻ അവനോട് സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുന്ന വഴിക്ക് ഞാൻ അവനോട് പറഞ്ഞു, മോനെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കണം, അമ്മ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തരും. അപ്പോൾ അവനോട് പറയാം, അമ്മയെക്കുറിച്ച് എന്നോട് പറയരുത്. അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത്, അവൻ വീട്ടിൽ കറുത്തതാണ്. അപ്പോൾ എൻ്റെ ഒരു സഹോദരനുണ്ട്, സഹോദരൻ വെളുത്തതാണ്, അമ്മയും വെളുത്തതാണ്. അപ്പോൾ ഇവൻ കറുത്തതായതുകൊണ്ട് അമ്മയ്ക്ക് ഇവനെ ഇഷ്ടമില്ല. അത് കുട്ടി പറയുന്നത് എത്രമാത്രം വിശ്വസനീയമാണെന്ന് അറിയത്തില്ല എങ്കിൽ പോലും. അപ്പോൾ അമ്മ എന്ന് കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യൻ്റെയൊക്കെ ഉള്ളിൽ വലിയ സ്നേഹവും ഒക്കെയാണ് വരുന്നതെങ്കിൽ ഈ സ്വന്തം അമ്മയിൽ നിന്നും ഒരു തിരസ്കരണങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അനുഭവങ്ങളോ കിട്ടിയ ഒരാളെ സംബന്ധിച്ച് അമ്മയുടെ സ്നേഹം, അമ്മയുടെ വാത്സല്യം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു ചിന്തയോ അല്ലെങ്കിൽ അപ്രകാരം ഒരു പ്രതികരണമോ ആയിരിക്കണമെന്നില്ല, അല്ലേ? വ്യത്യസ്തമല്ലേ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ചെറുപ്പകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ ലഭിക്കാതെ പോയതോ അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ കിട്ടിയ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളോ ഒക്കെ പലതരത്തിലുള്ള മുറിവുകളുണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് അനുസരിച്ചാണ് ഇപ്പോൾ അല്ലെങ്കിൽ ചിലർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിനൊക്കെ അപ്പുറം അവർ. കാരണം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അങ്ങനെയായിട്ടല്ല, പുറമെ അങ്ങനെ കാണിക്കുന്ന. അപ്പോൾ നീലക്കാപ്പ്, ആർക്ക് നീലക്കാപ്പ വേണമെന്ന് ചോദിക്കും, അല്ല അങ്ങനെയല്ല. അപ്പം ആത്മീയ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം, പരിശുദ്ധ അമ്മയോട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് എന്താണ് വേണ്ടതെന്നറിഞ്ഞ് അപ്രകാരം നമ്മളെ സ്നേഹിക്കുന്ന ആളമ്മ, നമ്മുടെ സ്വന്തം അമ്മയെ പോലെ തന്നെ, അല്ലേ? നമ്മൾ വീട്ടിലേക്ക് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, മോനെ നിനക്ക് വിശക്കുന്നുണ്ടോ എന്ന് അമ്മ ചോദിക്കാറില്ല സാധാരണഗതിയിൽ. അല്ലേ? ഭക്ഷണം എടുത്ത് വെച്ചിട്ട് വന്ന് കഴിക്കാനേ പറയുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ക്ഷീണമുണ്ടോ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളെ കാണുമ്പോൾ തന്നെ അമ്മ നമ്മുടെ ആവശ്യം എന്താണെന്ന് തിരിച്ചറിയും. പക്ഷേ യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കരുത്തും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നന്മ ഇത് തന്നെയാണ്. നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മളുടെ അടുത്തേക്ക് അതുമായി എന്താണോ നമുക്ക് ആവശ്യം അതുമായിട്ട് കടന്നു വരുന്ന ഒരമ്മയുടെ സാന്നിധ്യം. അച്ഛാ, നമുക്കറിയാം, അച്ഛൻ പറഞ്ഞതിനോട് ചേർത്താണ്, നമുക്കറിയാം ആവശ്യം അറിഞ്ഞു തരുന്ന ഒരു അമ്മയുണ്ട്. നമുക്ക് ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ക്രൈസിസ് ഒക്കെ അനുഭവിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അതിനെ അംഗീകരിക്കുവാനുള്ള ഒരു മാധ്യമമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ദുഃഖങ്ങളെ പരിശുദ്ധ അമ്മയുടെ, ഒരുപക്ഷെ പരിശുദ്ധ അമ്മ അനുഭവിച്ച ദുഃഖങ്ങളോട് ചേർത്ത് വെച്ച് റിലേറ്റ് ചെയ്തൊക്കെ ശരിക്കും ജപമാല ചൊല്ലി നമ്മുടെ ദുഃഖങ്ങളെ അംഗീകരിക്കാൻ അങ്ങനെ ഒരു വശം കൂടെ ശരിക്കും ജപമാലയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ജപമാല എന്ന പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ മനോഹാരിത അത് തന്നെയാണ്, അല്ലേ? കാരണം നമ്മളുടെ ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന വികാര വേലിയേറ്റങ്ങളുടെ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ അവസ്ഥയിൽ അവൻ പുലർത്തുന്ന മാനസികമായ അവസ്ഥകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് ഈ ജപമാല നമ്മളെ വിശ്വാസ ജീവിതത്തിൽ സഹായിക്കുന്നത്, അല്ലേ? പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാധാരണക്കാരുടെ കുർബാന അർപ്പണമാണ് ജപമാല പ്രാർത്ഥനയെന്ന്. യഥാർത്ഥത്തിൽ, അല്ലേ? ഇപ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്കറിയാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മീയ വ്യക്തി ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിലാണെങ്കിലും, എന്തെല്ലാം നാളെയെക്കുറിച്ചുള്ള ആകുലതകളും ഉത്കണ്ഠകളും നമ്മളെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ പൗരോഹിത്യ ജീവിതത്തിൽ എത്രമാത്രം വലിയ ക്രൈസിസിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ പോലും ഒരു ബലി അർപ്പിച്ച് കഴിയുമ്പോൾ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ നിശ്ചയമായിട്ടും ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ച് അതുകൊണ്ടല്ലേ ഇപ്പോൾ നമുക്കറിയാം ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളെ ഓർത്ത് ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ, അല്ലെ, ഗെത്സമനിൽ ഈശോ പ്രാർത്ഥിക്കുന്ന പോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാത്ത ആരാ ഉള്ളേ? അല്ലെങ്കിൽ പിലാത്തോസിന് മുമ്പിൽ ഈശോ നിന്ന പോലെ മറ്റുള്ളവരാൽ, പ്രിയപ്പെട്ടവരാലോ അധികാരികളാലോ ഒക്കെ കുറ്റം വിധിക്കപ്പെടുകയും അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യാത്ത ആരാ ഉള്ളേ? അല്ലേ? കുരിശ് ചുമക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കേണ്ടതിൻ്റെ വലിയൊരു കുരിശ് നമ്മുടെ ചുമലിലുണ്ട്. അത് വീട്ടിലാണെങ്കിൽ ഒരു കുടുംബനാഥനാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ, അല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിൽ പോലും. ഒപ്പം തന്നെ അതിനോട് ചേർന്ന് വരുന്ന കാര്യം തന്നെയാണ് സങ്കടങ്ങളിൽ കൂടെ ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെയാണ് ഈ ജപമാല ഭക്തിയുടെ ഏറ്റവും വലിയൊരു ശ്രേഷ്ഠത എന്ന് പറയുന്നത്. കാരണം അത് എന്നെ പഠിപ്പിച്ചത് വേറെ ആരുമല്ല, നമ്മുടെയൊക്കെ ഇടവകളിൽ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ നാട്ടിലൊക്കെയുള്ള വീടുകളിലൊക്കെയുള്ള അമ്മമാരുണ്ട് അല്ലേ. പണ്ട് അല്ലേ നമ്മളുടെ പാരമ്പര്യത്തിൽ സുറിയാനി കുർബാനയായിരുന്നപ്പോൾ അവർക്ക് എന്നാന്ന് മനസ്സിലാകുകയില്ലാത്തത് കൊണ്ട് അവർ കൊന്തയുമായി പോയി പള്ളിയിലിരുന്ന് കൊന്ത ചെല്ലുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇന്നും അവർ നല്ല അമ്മച്ചിമാരൊക്കെ ഇന്നും കൊന്തയായിട്ടാണ് പള്ളിയിലേക്ക് വരാറുള്ളത്. അതായത് പോകുന്ന വഴിക്കും തിരിച്ചു പോകുമ്പോഴെല്ലാം കൊന്തയില്ല. അപ്പോൾ ഞാനൊരിക്കലേ ഒരു വീട്ടിൽ ചെന്നേ. അപ്പോൾ ആ വീട്ടിലെ അമ്മച്ചി മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ ജോലിക്ക് പോയി. അപ്പോൾ വീട് സന്ദർശനമായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ അമ്മച്ചി ഒരു തേഞ്ഞ് തീരാറായ ഒരു കൊന്ത ഉയർത്തി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാനിപ്പോഴും ഓർക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ആ വാചകം കയറി. അതായത് ആ അമ്മച്ചി പറയുവാണ്, അച്ഛാ എൻ്റെ കണ്ണീര് വീണ് നനയാത്ത ഒരു മണി പോലും ഈ ജപമാലയിലില്ല. ഇത് കൂടുതൽ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ, പക്ഷെ അതുകൊണ്ട് അതാണ് പിടിച്ചു നിർത്തുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള കാരണം ഇതാ, അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാതിരിക്കാനുള്ള കാരണം ഇതാണെന്നൊക്കെ പറയുമ്പോൾ നിശ്ചയമായിട്ടും അപ്പോൾ ആ നമ്മളുടെ ജീവിത സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ജപമാല പ്രാർത്ഥനയെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്താൽ ഇത് ഈശോ പറഞ്ഞ പോലെ തന്നെയാണ്, കൃപ ലഭിച്ചവർക്ക് മാത്രമേ ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ, അത് അതിൻ്റെ മാധുര്യം സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളത്. അച്ഛാ, നമ്മൾ അവസാനിപ്പിക്കും മുമ്പേ അച്ഛൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് അച്ഛൻ വൈദികനാണ്. അതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പരിശുദ്ധ അമ്മയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിയിലും പരിശുദ്ധ അമ്മയുടെ സ്നേഹം കൊടുക്കാനായിട്ട് അച്ഛൻ പരിശ്രമിക്കാറുണ്ട്. ഒരു വൈദികൻ എന്ന രീതിയിൽ, വിശുദ്ധ കുർബാന അനുദിനം അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ എന്ന രീതിയിൽ, പരിശുദ്ധ ജപമാല പ്രാർത്ഥന അനുദിനം ചെല്ലുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, അമ്മയെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, എല്ലാം കൂടി നോക്കുമ്പം ഇംഗ്ലീഷിൽ കണ്ടന്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എത്രമാത്രം സംതൃപ്തനാണ്, എത്രമാത്രം സന്തോഷം, ആനന്ദം അച്ഛൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. എത്രമാത്രം ആനന്ദം അനുഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആനന്ദമുള്ളത് തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. നിശ്ചയമായിട്ടും നമുക്ക് മാതാവിൻ്റെ സ്തോത്രഗീതം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ചിന്തയിലേക്ക് വരുന്നത്. അതിലേറെ ഞാൻ ഓർക്കുന്ന ഇത്രേ ഉള്ളൂ, എത്രമാത്രം സ്വർഗം അല്ലെങ്കിൽ മാതാവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഇന്ന് തിരിച്ചറിയാം. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ എൻ്റെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാവാത്തേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ സാധാരണ പോലെ മാത്രം പോകുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഒന്നിനു പിറകെ ഒന്നായി ദൈവാനുഭവങ്ങൾ പരിശുദ്ധ അമ്മ വഴി അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന അർപ്പണം വഴിയൊക്കെ ലഭിക്കുമ്പോൾ നിശ്ചയമായിട്ടും മാതാവ് വഴി ഒരുപാട് അനുഗ്രഹം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന വിട്ടിട്ട് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കോവിഡ് കാലഘട്ടത്തിലൊക്കെ ദിവസം 6 കുർബാന വരെ ചെല്ലിയ സമയമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് വെറുതെ ചൊല്ലി തീർക്കുമൊന്നുമല്ല. ഓരോ കുർബാനയും ഓരോ പ്രാർത്ഥനയും. വിശുദ്ധ കുർബാനയെ ഞാൻ ജപമാല പ്രാർത്ഥന ഞാൻ പറഞ്ഞു നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു. പക്ഷേ നമുക്കറിയാം അതിലും നമ്മളുടെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് വിശുദ്ധ കുർബാന നമുക്കറിയാം. ഇപ്പോൾ ഞാൻ കുർബാനയെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കുർബാന ഈ കാലഘട്ടത്തിലൊക്കെ എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ കുർബാനയെ പങ്കെടുത്തവരൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അച്ഛാ ഈ പ്രാർത്ഥന ചെല്ലിപ്പിക്കുക എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഇന്ന പ്രാർത്ഥന ഇന്ന വാക്ക് ഉച്ചരിക്കുന്നത് കേട്ടപ്പോൾ ദൈവാനുഭവം ഉണ്ടായി. അപ്പോൾ നിശ്ചയമായിട്ടും ഇത് നമുക്ക് തരുന്നൊരു സന്തോഷം, ഒരു പുരോഹിതന് തരുന്ന സന്തോഷം അത് വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ പട്ടത്തിൻ്റെ കാടെ അടിച്ച അവണ്യനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി എന്നാണ് എന്ന് പറയുന്നത് പോലെ ഇത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകുന്നതിനപ്പുറമാണ്. അതിലേറെ ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജീവിതത്തെ കാണാനും ബലിയർപ്പിക്കാനും, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയാറുള്ളത് കുർബാന അർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് വലതുവശത്തുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വികാരത്തോടു കൂടി നമ്മൾ അർപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും ലോകത്തിലെ ഏറ്റവും അധികം സന്തോഷമുള്ള ആൾ ഞാനാന്ന് പറയും. വിശുദ്ധ ലയനാട് പറഞ്ഞു വെക്കുന്നുണ്ട്, ഓ പുരോഹിത എത്ര മനോഹരം ഈ ജീവിതം എന്ന്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവിതത്തെ പറ്റി അങ്ങനെ തന്നെ പറയുന്നു. ഇനിയുള്ള കാലങ്ങളിലും മനോഹരമായ ജീവിതം പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ച് ജീവിക്കാൻ സാധിക്കട്ടെ. അച്ഛനോട് സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം മാത്രം ഇങ്ങനെ എടുത്ത് എല്ലാ കാലത്തേക്കും വേണ്ടി എടുത്തു വയ്ക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏതൊരു സങ്കടത്തെയും ഏതൊരു സന്തോഷത്തെയും 20 രഹസ്യങ്ങളിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കും. അതിനുമപ്പുറം പരിശുദ്ധ ജപമാലയെ വർണ്ണിക്കാൻ സാധിക്കില്ലെന്നു തോന്നുന്നു. അച്ഛാ, ഒരുപാട് സന്തോഷമായിരുന്നു അച്ഛനോടൊപ്പമായിരുന്ന സമയം. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്. അമ്മേ അമല മനോഹരിയേ
അഗതികൾക്കെന്നും ആശ്രയമേ. അമ്മേ അമല മനോഹരിയേ, അഗതികൾക്കെന്നും ആശ്രയമേ. അലിവിൻ നിറവേ